ഡോക്ടർ ആനി ഈ കുട്ടിയുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. അതൊക്കെ നഴ്സുമാരുടെ ജോലിയല്ലേ? എന്താ കുറെ ശവങ്ങളും മരിച്ചു കയറി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അർത്ഥമറിയാത്ത കുറെ തിയറികൾ മരച്ചു കലക്കി പഠിച്ചാൽ ആർക്കും ഡിഗ്രി കിട്ടും. പക്ഷെ ജീവനുള്ള മനുഷ്യനെ സ്നേഹപൂർവ്വം പരിചരിച്ചെങ്കിൽ മാത്രമേ തൊട്ടും കൊട്ടിയും ശ്രമിച്ചു നോക്കാതെ രോഗം നിർണ്ണയിക്കാനുള്ള വൈദ്യസിദ്ധി ദൈവം വരമായിട്ട് നൽകൂ. ഏറ്റവും വലിയ മനുഷ്യ സ്നേഹിയാണ് ഏറ്റവും വലിയ ഡോക്ടർ, ഏറ്റവും വലിയ മരുന്ന് സ്നേഹവും. അതങ്ങനെ വർക്ക്ഷോപ്പിൽ കാർ നന്നാക്കുന്ന ലാഘവത്തോടല്ലേ ഇതൊക്കെ രോഗികളെ പരിശോധിക്കുന്നത്. നിങ്ങൾ റൗണ്ട് സെൻഡ് ചെയ്തോളൂ, ഞാൻ പിന്നെ ജോയിൻ ചെയ്തോളാം. ജോലിയാണ് പോലും. ഡോക്ടർ, പാർവതിയുടെ കേസിൽ ഡോക്ടർ മിസ് ചെയ്തൊരു ഇമ്പോർട്ടന്റ് പ്രോബ്ലം ഞാൻ കണ്ടുപിടിച്ചു. What's it? I got a rare mama. I think it's case of Phallic tetralogy. Without any test, that was my diagnosis, doctor. മെഡിക്കൽ ടെക്നോളജി ഇത്രയും അഡ്വാൻസ്ഡ് ആയ കാലത്ത് ഹൃദയസ്പന്ദനം ശ്രവിച്ചും നാഡീവ്യൂഹം തൊട്ടുനോക്കിയും രോഗം നിർണയിച്ചിരുന്ന സുശ്രുതനും ചരകനും ഒക്കെ ജീവിച്ചിരുന്ന നാടാണിത്. അവർക്കൊന്നും എക്സ്റേയും CT സ്കാനും ECG ഒന്നും വേണ്ടിയിരുന്നില്ല രോഗം കണ്ടുപിടിക്കാൻ. ഡയഗ്നോസിസ് കൺഫേം ചെയ്യാൻ ടെസ്റ്റുകൾ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? എന്നോട് കൺസൾട്ട് ചെയ്യാതെ ഇത്രയും ടെസ്റ്റുകൾ എടുക്കാൻ ആനിയോട് ആരാണ് പറഞ്ഞത്? അതാണ് തെറ്റ്. നമ്മുടെ പ്രൊഫഷന് ഒരു പാരമ്പര്യമുണ്ട്. എത്ര ഡിഗ്രികൾ വാരിക്കൂട്ടിയാലും വർഷങ്ങളുടെ പ്രാക്ടീസ് കൊണ്ട് ബുക്കുകളിൽ ഇല്ലാത്ത 1000 അറിവുകൾ നേടിയ ഡോക്ടർക്ക് ഗുരുവിന്റെ സ്ഥാനമാണ്. ആ ഗുരുത്വമാണ് എനിക്കില്ലാതെ പോയത്. രോഗം നിർണ്ണയിക്കാനുള്ള ഒരു ഡോക്ടറുടെ തിടുക്കമോ അല്ലെങ്കിൽ രോഗിക്ക് എത്രയും വേഗം രോഗം മാറിക്കാണാനുള്ള ഒരു ഡോക്ടറുടെ ആകാംക്ഷ ഒന്നുമല്ല ഞാൻ അനിൽ കണ്ടത്. മറിച്ച് താൻ പഠിച്ചത് മുഴുവൻ എന്റെ മുമ്പിൽ വിളമ്പാനുള്ള ഷോ, അത്രമാത്രം. അല്ല ഡോക്ടർ, ആ കുട്ടിയുടെ ഐ നോ ഏത് നിമിഷവും പൊട്ടാവുന്ന ഒരു ഹൃദയ ധമനിയുമായിട്ടാണ് ആ കുട്ടി ജീവിക്കുന്നത്. പിന്നെ ഒരു ഓപ്പറേഷൻ, ഇറ്റ്സ് സോ ക്രിട്ടിക്കൽ. വെറും 1% ചാൻസ്. ആ റിസ്കിൽ ഓപ്പറേഷൻ ഒരു ട്രീറ്റ്മെന്റ് അല്ല, പരീക്ഷണമാണ്. ഒരു സിമ്പിൾ പാറ്റലർ ഓപ്പറേഷൻ നടത്തിയ ഒരു പേഷ്യന്റിന് പാരാലിസിസ് സംഭവിച്ചാൽ അത് അനസ്തേഷ്യയുടെ കോംപ്ലിക്കേഷൻ അല്ല, അനസ്തറ്റിസ്റ്റിന്റെ കുഴപ്പം തന്നെയാണ്. അതല്ലെന്ന് ഡോക്ടർ നജീബിന് എന്റെ മുഖത്ത് നോക്കി പറയാം. നമ്മളിൽ ഒരാൾക്ക് ഒരു കയ്യബദ്ധം സംഭവിച്ചാൽ നമ്മൾ ഡോക്ടേഴ്സ് ഒരുമിച്ച് നിൽക്കണം. യെസ്, നമ്മുടെ ഹോസ്പിറ്റലിന്റെ പ്രസ്റ്റേജിന്റെ പ്രശ്നം കൂടായത്. റോയ് എന്നെ അങ്ങനെ ആരും ഇരുത്തൊന്നും വേണ്ട. വർഗസ്നേഹത്തിനും പ്രസ്റ്റീജിനും ഞാൻ കൂട്ടേൽക്കണം അല്ലേ? നിങ്ങൾക്ക് വെറും ഒരു കയ്യബദ്ധം. പക്ഷെ ആ ചെറുപ്പക്കാരനെ നഷ്ടപ്പെട്ടതോ? വരാനിരിക്കുന്ന കരഘോഷങ്ങളുള്ള 100 കളിക്കളങ്ങൾ. മാത്രമല്ല അയാളെ വിശ്വസിച്ച് അയാളോടൊപ്പം ഇറങ്ങി പുറപ്പെട്ട ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതവും. ഒരു ചെറിയ മുടന്തുമായി വന്ന ഒരു ചെറുപ്പക്കാരനെ നമ്മുടെ കുറ്റം കൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത സ്ഥിതിയിലാക്കിയിട്ട് ഒരു ചെറിയ കോമ്പൻസേഷൻ പോലും കൊടുക്കാൻ തയ്യാറാകാതെ വീണ്ടും ചികിത്സിച്ചിട്ട് അതും കൂടെ കൂട്ടി 70,000 രൂപയുടെ ബില്ലും. കൊള്ളാം, വെരി ഗുഡ് ഡോക്ടർ. 5 കോടി രൂപയോളം മുതൽ മുടക്കി ഇന്ത്യയിൽ മറ്റൊരു ഹോസ്പിറ്റലും ഇല്ലാത്ത മോസ്റ്റ് മോഡേൺ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആ ഇവിടെ ഉള്ളത്. അത് മുതലാക്കണമെങ്കിൽ ഗുഡ് ബിസിനസ് അക്യൂമെന്റ് ഡോക്ടർ. അത് മുതലാക്കണമെങ്കിൽ നിസ്സാര രോഗങ്ങൾക്ക് പോലും ECGയും സ്കാനിങ്ങും MRIയും എന്തിന് ഇവിടെ എന്തെല്ലാം യന്ത്രങ്ങൾ വാങ്ങി കൂട്ടിയിട്ടുണ്ടോ അവയെല്ലാം കൂടെ പ്രവർത്തിപ്പിച്ചിട്ട് താങ്ങാനാവാത്ത ബില്ല് പാവപ്പെട്ട രോഗികളുടെ തലയെ കെട്ടിവെക്കണം അല്ലെ? കൊള്ളാം, ആതുര സേവനം. കൊള്ള പലിശയ്ക്ക് കടം കൊടുത്ത് കാശുണ്ടാക്കുന്ന ബ്ലേഡ് കമ്പനിക്ക് ഇതിലും എത്രയോ ഭേദമാണ് ഡോക്ടർ. മാനേജ്മെന്റിന്റെ ഭാഗമെന്ന നിലയിൽ ഇതൊക്കെ മനസ്സിലാക്കി കുറെയൊക്കെ ബിസിനസ് കൂടി നോക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ് ഡോക്ടർ. ഐ എം സോറി ഡോക്ടർ മാർക്കോസ്. 1ാം ക്ലാസ് മുതൽ FRCS വരെ അഡ്മിഷനും ഡിഗ്രിയും അപ്പന്റെ കാശിന്റെ ബലത്തിൽ വാങ്ങിച്ചിട്ടുള്ള തനിക്ക് ഇതൊരു ബിസിനസ്സാണ്. കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഞാൻ പാസ്സായത്. എനിക്കിതൊരു ബിസിനസ് അല്ല, സ്നേഹവും സേവനവും മാത്രമാണ്. സ്നേഹവും സേവനവും മാത്രമാണ് ഉദ്ദേശമെങ്കിൽ വല്ല സർക്കാർ ആശുപത്രിയിലും പോയി ജോലി നോക്കുന്നതായിരിക്കും. പകൽ മുഴുവൻ സർക്കാർ സേവനവും വൈകുന്നേരങ്ങളിൽ പ്രൈവറ്റ് പ്രാക്ടീസുമായി പാവപ്പെട്ട രോഗിയിൽ നിന്നും ഫീസ് ഞെക്കിപ്പിഴിഞ്ഞ് വാങ്ങുന്ന കഴിവന്മാരെ കണ്ടു മടുത്തിട്ടാണോ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്? മെഡിക്കൽ ഡിഗ്രി കയ്യിൽ കിട്ടുമ്പോൾ നമ്മളൊക്കെ എടുക്കുന്ന ഒരു പ്രതിജ്ഞ ഉണ്ട്, ഹിപ്പോക്രാറ്റ്സ് ഓത്ത്. I swear by Apollo physician that I will use treatment to help the sick according to my ability and judgment, but I will never use it to injure or wrong them. മനുഷ്യനെ ശുശ്രൂഷിക്കേണ്ട ആതുര ശുശ്രൂഷകൻ മനസ്സിൽ സൂക്ഷിക്കേണ്ട കൽപ്പനകൾ ഒന്ന്, അതിൽ ഒന്നുപോലും ഓർമ്മയില്ലാത്ത തന്നെ പോലുള്ളവരാണോ ഈ മെഡിക്കൽ പ്രൊഫഷനെ ഇത്തരം തരം താഴ്ന്ന ഇറച്ചി കച്ചവടമാക്കി? നിർത്തണം ഡോക്ടർ റോയ്, മൈൻഡ് യുവർ വേർഡ്സ്. യെസ് ഡോക്ടർ, ഐ മൈൻഡ് മൈ വേർഡ്സ്. അവസാനമായിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ. ഈ സ്ഥാപനത്തിലൂടെ കോടികൾ ലാഭമുണ്ടാക്കുന്ന നിങ്ങൾ ഈ കേസിലെങ്കിലും അല്പം കാരുണ്യം കാണിച്ചില്ലെങ്കിൽ അവർ നിങ്ങൾക്കെതിരായി കേസുമായി പോയാൽ കോടതിയിൽ അവർക്ക് വേണ്ടി വാദിക്കാൻ ഞാനും ഉണ്ടാവും. ഡോക്ടർ റോയ് മാത്യു, മൈൻഡ് യു.